أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي. أنت
العليم بما يجري الضمير به يا عالم الغيب علام الخفيات ما لي ملاذ ولا ذخر ألوذ به ولا عماد ولا حرز سوى الله. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ ഒത്തുചേരലിനെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇതുവരെയായി സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും കരുണാനിധിയായ അള്ളാഹു നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും കരുണക്കടലായ പടച്ചതമ്പുരാൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകളെ റഹ്മാനായ റബ്ബ് വിശാലമായ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ മനസാ വാച കർമ്മണ അംഗീകരിക്കുന്ന ഒരാൾക്കാണ് മുസ്ലിം എന്ന് പറയുക. നാവുകൊണ്ട് പറയുന്ന ആളുകളെ സ്ലിം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മുസ്ലിം ആകണമെങ്കിൽ മനസാ വാച കർമ്മണ അത് അംഗീകരിക്കേണ്ടി വരും. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടു. മദ്ഹബുകൾക്ക് പകരം ഖുർആനും സുന്നത്തുമോ, അങ്ങനെ തോന്നുന്നു അല്ലേ? അപ്പം ഞാൻ ആലോചിച്ചു പോയി, ഈ പോസ്റ്ററിൻ്റെ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. കാരണം ചോറ് തിന്നുന്ന ആളുകൾക്കറിയാം ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്ന്. അപ്പോൾ ഇവരെന്ത് കഴിക്കുന്നു എന്ന് നമുക്കറിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുവോളം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അതേതാണ്? ഒന്ന് കിതാബുള്ള അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. മദ്ഹബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മദ്ഹബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഹിജറ ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിലവിലുള്ള മദ്ഹബി പക്ഷപാതിത്വം തന്നെ രംഗപ്രവേശം ചെയ്തത്. ഇന്ത്യയിലെ ഹദീസുകളുടെ സനദ് എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്നദുൽ ഹിന്ദി ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നന്നാസ കാനു ഖബലൽ മിഅത്തിർ റാബിഅ ഗൈറ മുജ്മഈന അല തഖ്ലീദിൽ ഖാലിസി ബിമദ്ഹബിൻ വാഹിദിൻ ബിഐനിഹി. 400 വർഷം വരെ ഏതെങ്കിലും ഒരു മദ്ഹബ് പിൻപറ്റണം എന്ന വിഷയത്തിൽ 400 വർഷക്കാലം വരെയുള്ള മുസ്ലിങ്ങൾ യോജിച്ചിരുന്നില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഖൈറുന്നാസു ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞ ആ 3 നൂറ്റാണ്ടുകളും അതിനുശേഷമുള്ള 1 നൂറ്റാണ്ടുകൂടെ കഴിയുന്ന 400ഓളം വർഷം വരെ ഈ മദ്ഹബി പക്ഷപാതിത്വം ലോകത്തുണ്ടായിട്ടില്ല എന്ന് ഇമാം ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. അപ്പോൾ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ 400 വർഷത്തെ ആളുകൾ
മണ്ടന്മാരായിപ്പോയല്ലോ ഇവരുടെ ഭാഷയിൽ എന്നാണ് മനസ്സിലേക്ക് ഓടി വന്നത്. അതുപോലെ തന്നെ സ്വാഗത പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണക്കാരനാക്കി കളവ് മാത്രം പറയുക എന്നത് സ്ഥിരം തൊഴിലായി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുണ പറയുന്ന ആളാക്കി ചിത്രീകരിച്ച് അതിന്നും പുണ്യമാണെന്ന് കരുതി വുളൂ ചെയ്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഒരല്പം ഡിഗ്രി പോലും തെറ്റാതെ ഖിബില കൃത്യമായി കറക്റ്റ് ചെയ്തിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുണയനാണ് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ആരോപണം മുജാഹിദുകൾക്ക് നേരെ ഉന്നയിക്കുന്നത്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൻ്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് എന്ന് പഠിപ്പിക്കാനാണ് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ശ്രമിച്ചിട്ടുള്ളത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ബാധ്യത, ഡ്യൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കലാണ്. അതിനുശേഷമാണ് ആ വന്ന പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ, റിസാലത്തിനെ അംഗീകരിപ്പിക്കുക എന്നത്. ഇത് രണ്ടും കൂടെ വരുമ്പോഴേ പൂർണ്ണമായും മുസ്ലിമായി എന്ന് അംഗീകരിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല, എന്തുകൊണ്ടല്ലാതെ നാം അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നും നമ്മെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുമുള്ള സത്യസന്ദേശം അറിയിച്ചുകൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തന്നെയാണ്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്ത പ്രവാചകനാണ്. 950 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്ത പ്രവാചകൻ തന്റെ സമുദായത്തോട് പറഞ്ഞ വാക്കാണ് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലയോ എന്റെ സമുദായമേ, എന്റെ ഖൗമേ, നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ വേറൊരു ആരാധ്യനില്ല, അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കപ്പെട്ട സമുദായത്തോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ സമുദായമേ, എന്റെ ഖൗമേ, നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ വേറൊരു ആരാധ്യനില്ല, അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അഥവാ അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യാഥാർത്ഥ്യം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പ്രവാചകന്മാരെല്ലാം ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. എന്തേ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മർജേരിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിന് അത് കോട്ടം തട്ടുമായിരുന്നു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അബൂജഹലിന് അറിയാം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നും മൂപ്പർക്ക് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും സംഗതി ശരിയൊക്കെയാണ് എന്ന് മൂപ്പരം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയല, മുഹമ്മദെ, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല, നീ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ അത് ഇത്തിരി പെശകാണ്, അത് ഞങ്ങൾ അംഗീകരിച്ചാൽ എന്തേ സംഭവിക്കുക? നിലവിലുള്ളവരുടെ വരുമാനം നഷ്ടപ്പെടും അല്ലേ? ലാത്തയെ നിനക്ക് ആരാധിക്കണോ? 10 റിയാൽ. ഉസ്സയുടെ പേരിൽ നേർച്ച വേണോ? 15 റിയാൽ. മനാത്തയുടെ പേരിൽ റാത്തീബ് നടത്തണോ? 25 റിയാൽ. ഹുബലിന്റെ പേരിൽ നിനക്ക് റാത്തീബ് നടത്തണോ? 30 റിയാൽ. ഇതിന്റെ പിന്നെ എന്താ പറയാ, ചുങ്കക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ മക്കയിലെ ആളുകൾ, മുശ്രിക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആളുകൾ, അവിടെ അവർ നടത്തിയിരുന്ന അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ സംഗതി ഒന്ന് നിർത്തിയാൽ,
ലാത്തയും മനാത്തയും അതുപോലെ തന്നെ ഹുബലും ഉസ്സയും ഇവരൊക്കെയാണല്ലോ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ഇവരെയാണല്ലോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അവരാ പ്രാർത്ഥന അങ്ങ് നിർത്തി എന്ന് സങ്കല്പിക്കുക. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥന നിർത്തിയാൽ ഭൗതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ആ പ്രവാചകനെ എതിർക്കുന്ന ആളുകൾക്ക് കോട്ടമുണ്ടായിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സംതിങ് റോങ്. വരവ് നിൽക്കും, വരുമാനം നിലച്ചു പോകും. അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഇന്ന് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പച്ചയായിട്ട് വിളിച്ചു പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ കുറച്ച് സ്പിരിറ്റ് കൂടിയ, അത് മനുഷ്യന്റെ പരിധിക്കപ്പുറമൊക്കെ പോയിട്ട് ടൈഗറിന്റെ പരിധിയിൽ കടന്നു നിൽക്കുന്ന ഒരു വിഭാഗം സഹോദരങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. ആ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നത് അവരുടെ നിലവിലുള്ള ജീവിത മാർഗം അടഞ്ഞു പോകുമെന്നതുകൊണ്ടാണ്. ധാരാളം ജാറങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. നബിദിനാഘോഷം അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ടാകും, അല്ലേ? ഇവിടെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ടാകും. ഈ നബിദിനം നിന്നാൽ, റാത്തീബ്, മൗലൂദ്, കുത്തുബിയത്ത്, ആണ്ട് നേർച്ചകളെല്ലാം നിന്നാൽ മുജാഹിദുകൾക്ക് ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? ഒന്നും നേട്ടമില്ല. മൗലൂദിന് ചെലവ് ചെയ്യുന്ന പൈസ ആളുകൾ മുജാഹിദുകൾക്ക് കൊടുക്കുമോ? ഇല്ല. ആണ്ട് നേർച്ച, ഉറൂസ് മഹോത്സവം നടത്തുന്ന പൈസ മുജാഹിദുകൾക്ക് കൊടുക്കുമോ? ഇല്ല. കുത്തുബിയത്തിന്റെ പൈസ മുജാഹിദുകൾക്ക് കൊടുക്കുമോ? ഇല്ല. മുജാഹിദുകൾക്ക് ഭൗതികമായി എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു 10 പൈസയുടെ നേട്ടമില്ല. മറിച്ച് എതിർക്കുന്ന ആളുകൾ എന്തുകൊണ്ട് എതിർക്കുന്നു? അവർക്ക് കോട്ടമുണ്ട്, അവർക്ക് കോട്ടമുണ്ട്. അത് ദുന്യവിയായ ഭൗതികമായ വരുമാനത്തിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ ദീനിനെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് പ്രവാചകന്മാരുടെ ആദർശത്തിന് എക്കാലവും എതിര് നിന്നിട്ടുള്ളത്. അത് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും കാലത്ത്. എന്നാൽ സഹോദരങ്ങളെ, മക്കയിലെ ആളുകൾ മുശ്രിക്കുകളെ എന്ന് പടച്ചതമ്പുരാൻ വിളിച്ച ആളുകൾ അവരെ നമസ്കരിച്ചിരുന്നവരാണ്, അവര് നോമ്പെടുത്തിരുന്നവരാണ്, അവര് സക്കാത്ത് നൽകിയിരുന്നവരാണ്, അവര് ഹജ്ജ് ചെയ്തിരുന്നവരാണ്. എന്നിട്ടും അവരെ അള്ളാഹു വിളിച്ചത് മുശ്രിക്കുകളെ, കാഫിറുകളെ എന്നാണ്. എന്തുകൊണ്ട്? അവർ നമസ്കരിച്ചു. അവരുടെ പ്രാർത്ഥന, അവരുടെ നമസ്കാരം, അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭവനത്തിൽ വന്നുകൊണ്ട് പ്രത്യേകം ചില താളമേളങ്ങളും ചൂളം വിളികളും മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതേ പണി മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത തായമ്പക, ശിങ്കാരിമേളം, കുങ്കാരിമേളം പോലെയുള്ള സാധനം ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ, ചില നല്ല മനുഷ്യന്മാരെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ, കൂട്ടത്തിൽ ഭ്രാന്തന്മാരും കാണും, ആളുകളെ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത അതേ പണി ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധനാ രീതി അതേപടി ഒരല്പം പോലും അതിൽ മാറ്റമില്ലാതെ. അല്ല, ചേറ്റുവേലി ശിങ്കാരിമേളം ആനക്ക് പോലും പിടിച്ചില്ല. ആന ഒരു 4 മൃഗം മൃണ്ടാപ്പാണ്, ആനക്ക് പോലും പറ്റിയില്ല. കൊടുത്തുകളയാ എനിക്കിട്ടൊരു പണിയെന്ന് ആനയും തീരുമാനിച്ചു. ഇടക്കിടക്ക് ഓരോന്നിനെ ഇളകും. അപ്പൊ എന്താ അടുത്ത പിന്നെ മുലാര് വാതിനൊന്നും എന്താ പറയാ, അതാ ഹോജാന്റെ കറാമത്ത് കൊണ്ട് ഒരാളല്ലേ മരിച്ചുള്ളൂ. ഈ ആന മൊയിലാമക്കന്മാരെ കണ്ട ആന ഓടും. ആനക്കറിയാം എന്തെങ്കിലും മസാല പറഞ്ഞ സംഗതി ചിലപ്പോ കൂട്ടാൻ വെച്ചള. അല്ല, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, ഈ ദുനിയാവിലുള്ള മുഴുവൻ സാധനങ്ങളെയും പടച്ചതമ്പുരാൻ മനുഷ്യവർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം സംവിധാനിച്ചു തന്നിട്ട് പടച്ചതമ്പുരാൻ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നും പറഞ്ഞു, അല്ലേ? അപ്പൊ ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടി പടച്ചതമ്പുരാൻ സംവിധാനിച്ചതാണ്. ഈ സംവിധാനങ്ങളെല്ലാം തന്ന പടച്ചതമ്പുരാനാണ് പറഞ്ഞത് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ദിവ്യ സന്ദേശം നൽകപ്പെടാത്ത ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ മക്കയിലുള്ള ആളുകളുടെ സ്വഭാവമാണ് പറഞ്ഞത്. അവരുടെ നമസ്കാരം കഅബ ശരീഫിൽ വന്നിട്ടുള്ള കൈകൊട്ടും ചൂളം വിളിയും വാദ്യമേളങ്ങളുമാണ്. സക്കാത്ത് കൊടുത്തിരുന്നു. കൃഷി, അതിന്റെ വിളവെടുത്താൽ ഒരു വിഹിതം സാധുക്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്കും ഒരു വിഹിതം ലാത്തയുടെയോ മനാത്തയുടെയോ ഉസ്സയുടെയോ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെച്ചത്
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള സമൂഹം അവരുടെ നമസ്കാരം, അവരുടെ ആരാധനാ രീതി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അവർ വിളവെടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വത്തിൻ്റെ ഒരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കും ഒരു വിഹിതം അള്ളാഹു അല്ലാത്തവരുടെ മാർഗത്തിലേക്കും അവർ മാറ്റി വെക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീക്കി വെച്ചത് വകമാറ്റി ചെലവ് ചെയ്യാൻ അവർക്ക് പേടിയുണ്ടായിട്ടില്ല. മറിച്ച് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ മാറ്റിവെച്ചത് വകമാറ്റി ചെലവഴിക്കാൻ അവർക്ക് പേടിയായിരുന്നു. ഇന്നും ഇപ്പം അങ്ങനെയാണല്ലോ. ഇത് മുസ്ലിം സമുദായത്തിലും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത് അതേ പണി ചെയ്യുന്നുണ്ടല്ലോ. നെല്ല് കൊയ്ത് കയറിയാൽ 2 പറ നെല്ല് സക്കാത്തിന്റെ വക, 10 പറ നെല്ല് ബദരീങ്ങളുടെ ആണ്ടിനെ. ഇനിയിപ്പോൾ ഒരു കുറച്ച് അവലിടിക്കണം, എന്നൊരു പണി നമുക്ക് ആ സക്കാത്തിന്റെ നെല്ലെടുത്തിട്ട് അവലിടിക്കാം. അവ 2 പറ നെല്ലുണ്ടല്ലോ, എല്ലാം നമുക്ക് എന്നാ പിന്നെ ബദരീങ്ങളെ തൊട്ട വിവരം അറിയും, അള്ളാനെ തൊട്ട ഒരു കുഴപ്പമില്ല. മക്കയിലെ മുശ്രിക്കുകളുടെ അതേ വിശ്വാസം, മക്കയിലെ മുശ്രിക്കുകളുടെ അതേ ആചാരം, മക്കയിലെ മുശ്രിക്കുകളുടെ അതേ ശൈലി കേരളക്കരയിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ പലർക്കും വേദനിച്ചു എന്ന് വന്നേക്കാം, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ അവർ നോമ്പെടുത്തിരുന്നു, ഹജ്ജും ചെയ്തിരുന്നു. ഹജ്ജിന്റെ വേളയിൽ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നാഥാ നിന്റെ വിളി കേട്ടതാ ഞങ്ങളെത്തി. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല തമ്പുരാനെ. ഇല്ലാ ശരീകൻ ഹുവ ലക, നീ തെരഞ്ഞെടുത്തൊരു പങ്കുകാരനല്ലാതെ. തംലികുഹു വമാ മലക, അവരുടെ അധീനതയിലുള്ളത് നിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണല്ലോ. ഈ മക്കയിലെ മുശ്രിക്കുകളുടെ തെൽബിയത്തിനെ പോലും കടത്തിവെട്ടുന്നതാണ് നിലവിലുള്ള ഖുതുബിയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് വരാം. ഈ മക്കയിലെ മുശ്രിക്കുകളോട് വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഖാലൂ അവർ പറയുന്ന മറുപടിയുണ്ട്, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ കാരണവന്മാർ ഏതൊരു നിലപാടിലായിട്ടാണോ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്ക് ആ നിലപാട് തന്നെ മതി. അല്ലാഹു ചോദിക്കുന്നു, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവരെയും ഇവർ പിൻപറ്റുമെന്നാണോ പറയുന്നത്? അപ്പൊ പാരമ്പര്യവാദം, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദം കേരളത്തിൽ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. വാപ്പ നരകത്തിലാണെന്ന് പറഞ്ഞാലേ മുജാഹിദാകാൻ പറ്റൂ, വല്ലിപ്പ നരകത്തിലാണെന്ന് പറഞ്ഞാലേ മുജാഹിദാകാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും മോശമായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ പാരമ്പര്യവാദമാണ് വലിയ കാര്യമായി പിടിക്കുന്നത് എങ്കിൽ പാരമ്പര്യവാദം പറയുന്ന ആളുകൾ ശബരിമല സീസണിൽ അങ്ങോട്ട് പോകേണ്ടി വരും. എന്തേ കാര്യം? ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ നിന്നും കപ്പൽ കയറി വന്ന ആളുകളല്ലല്ലോ, ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളുകളാണ്. നമ്മുടെ എല്ലാ മുൻഗാമികളെ ഒരു 10, 15, 20 തലമുറ നേരെ പുറകിലേക്കൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ അറ്റം എവിടെ ചെന്ന് മുട്ടുന്നത്? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ കുടുംബത്തിലായിരിക്കും. വല്ല നായർ തറവാട്ടിലോ നമ്പൂതിരി തറവാട്ടിലോ ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരിക്കും മിക്കവാറും അതിൻ്റെ അറ്റം ചെന്ന് മുട്ടുക. അപ്പൊ പാരമ്പര്യം നോക്കുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്പൂതിരി നമ്മുടെ വല്ലിപ്പായിരിക്കും, അത് ഏതെങ്കിലും ഒരു മനയിലെ സ്ത്രീ നമ്മുടെ അമ്മായി ആയിരിക്കും. ഇനി ഇത് കേട്ടിട്ട് ചിലപ്പോൾ പേരോട് തന്നെ നമ്പൂരിയാണ് മാമാന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി അതിനും ക്ലിപ്പിടും. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ, പാരമ്പര്യമാണ് നോക്കുകയാണെങ്കിൽ, അവർക്ക് സന്മാർഗം പ്രാപിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മാർഗം വിട്ട് നമ്മൾ ഈ മാർഗം സ്വീകരിച്ചത്. ഇതേ വാദമാണ് ഇന്നും മുസ്ലിം സമുദായത്തിൻ്റെ വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത്. നമ്മുടെ കാരണവന്മാര് എന്താണോ ചെയ്തത് നമുക്കത് മതിയെന്ന. കാരണവന്മാര് ചെയ്തത് ശബരിമലക്ക് പോകലായിരുന്നു. പണ്ട് ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരാളോട് പറഞ്ഞു, മലക്ക് പോണ ഞാൻ കണ്ടു. മലക്ക് പോണ കണ്ട? അള്ളാണ് ഞാൻ മലക്ക് പോണ കണ്ടു. ഓ പുന്നാര മോനെ, നിന്റെ കണ്ണ ഔലിയാക്കന്മാരുടെ കണ്ണാണ്ട.
ആൾക്കാർ വന്ന് ഈ കുട്ടീനെ പിടിച്ച് മുത്തം കൊടുക്കാൻ തുടങ്ങി. കൂട്ടത്തിലൊരു മുജാഹിദും, അല്ല എവിടെയും പ്രശ്നം മുജാഹിദുകളാണല്ലോ. ഒരു മുജാഹിദ് വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, മോൻ കണ്ടോ? അള്ളാണിക്കാൻ ഞാൻ കണ്ടതാണ്. എന്താ ആ മലക്കിൻ്റെ കോലം? അതിനൊരു കറുത്ത തുണി കൊടുത്തിട്ടുണ്ട്, കഴുത്തിൽ 2-3 മാലയുണ്ട്, തലയിലൊരു കെട്ടുമുണ്ട്. അയ്യപ്പോ എന്നും വിളിച്ചിട്ട് ശബരി മലക്ക് പോണം ഞാൻ കണ്ടാണിക്കാം. അപ്പൊ പകുതിയെ എടുക്കൂ എന്ന് പറഞ്ഞതുപോലെ മുൻഗാമികളെ ആ കാരണവന്മാര് ചെയ്തതാണ് എങ്കിൽ നേരെ അങ്ങോട്ട് പോകേണ്ടി വരും. മക്കയിലെ മുശ്രിക്കുകളുടെ വാക്കിന് അള്ളാഹു പറഞ്ഞ മറുപടി, ഔലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പിതാക്കന്മാര്, കാരണവന്മാര് കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവരെയും ഇവർ പിൻപറ്റുമെന്നാണോ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിച്ചു. ഇനി അള്ളാഹു പച്ചയായി പറഞ്ഞൊരു സംഗതിയുണ്ട്. അള്ളാഹുവല്ലാത്ത ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അള്ളാഹുവിന് പുറമേ ഇവർ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പുറത്തുള്ള പാട പോലും അവർ സ്വന്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ തദ്ഊഹും, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേട്ടാൽ തന്നെയും മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അള്ളാഹു കറ തീർത്ത് പറഞ്ഞതാണ്. കറ തീർത്ത് പറഞ്ഞു. എന്ത്? അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പച്ചയായിട്ട് പറഞ്ഞു. ഇനി അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും, പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, റിഫായി ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, റബീഉൽ അവ്വൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മമ്പുറം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്ന് ആദ്യത്തിൽ പറയാൻ ഒരു മടിയായിരുന്നു. ഇസ്തിഗാസ എന്നാണ് പറയുന്നത്. എത്ര ഓമന പേരിട്ടായാലും, കള്ളും കുപ്പിയുടെ പുറത്ത് മോരെന്ന് എഴുതി വെച്ചാലും അത് കുടിക്കാൻ പറ്റുമല്ലോ. കള്ള് തന്നെയല്ലേ. ചില ആളുകൾ പറയും അത് അറിയാതെ അല്ലേ, വിഷം അറിയാതെ കുടിച്ചാലും മരിച്ചു പോകും. അറിയാതെ കുടിച്ചാലും വിഷമാണെങ്കിൽ അത് മരിച്ചു പോകും. അതുകൊണ്ടാണ് കർശനമായ ഭാഷയിൽ അള്ളാഹു പറഞ്ഞതും പ്രവാചകന്മാർ പഠിപ്പിച്ചതും, അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന അവര് കേൾക്കുകയില്ല എന്ന് അള്ളാഹു പടച്ച തമ്പുരാൻ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞാൽ, അതിലപ്പുറം അവർ കേൾക്കുമെന്ന് വാദിക്കുന്നത് തന്നെ കുഫറല്ലേ? എല്ലാവരും കേൾക്കും, എവിടെന്നാ വിളിച്ചാലും. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ, ആരുണ്ടാതെന്നോട് ഹാജത്ത് തേടുവാൻ ഹാജത്തവർക്ക് ഞാൻ വീട്ടുമാതെന്നോവർ, എന്നോട് തേടുകിൽ വേണ്ടുന്നത് പേരും എന്നാരെ തേടിയോർക്കെല്ലാം കൊടുത്തോവർ. എല്ലാം കൊടുത്ത കുറെ ആളുകളുണ്ട് ഇവിടെ. അങ്ങനെ ആരെ വിളിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ആളുകൾ ഈ സമുദായത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാനാ പറയുന്നത്, അല്ലാഹുവല്ലാത്ത ആരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം എന്തെന്നല്ലേ? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അള്ളാഹുവിന് പുറമേ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ലാ യഖ്ലുഖൂന ശൈആ, അവർ യാതൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മാത്രമല്ല, അംവാതുൻ, അവർ മരിച്ചുപോയവരാണ്. ഗൈറു അഹ്യാഇൻ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവരുടെ കബറിടങ്ങളിൽ നിന്നും എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ആരെങ്കിലും അല്ലാഹുവോടൊപ്പം മറ്റു വല്ലവരെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ,
ലാ ബുർഹാന ലഹു ബിഹി, അങ്ങനെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ദുനിയാവിൽ പ്രമാണങ്ങളിലെ തെളിവില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ വിചാരണ അവന്റെ റബ്ബിന്റെ സമക്ഷത്തിൽ തന്നെയാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, ഈ കാഫിറുകൾ വിജയിക്കുകയേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആരെയാണ് അവിടെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചത്? അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയല്ലേ കാഫിർ എന്ന് വിശേഷിപ്പിച്ചത്? അപ്പോഴാ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ഇസ്തിഗാസ നടത്തുന്നേ ഉള്ളൂ. അതും പ്രാർത്ഥന തന്നെ, അതും പ്രാർത്ഥന തന്നെ. അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, അങ്ങോട്ട് പഠിച്ചവനെ അങ്ങോട്ട് പഠിപ്പിക്കുക. അള്ളാഹ് പറയുന്നു തെളിവില്ല. അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ കേൾക്കുകയില്ല. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ദുനിയാവിൽ പ്രമാണങ്ങളില്ല. അപ്പൊ മുസ്ലിംമാര് പറയാ പ്രമാണങ്ങളുണ്ട്, ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ടെന്ന്. അപ്പൊ അള്ളാഹ്ക്ക് ഖുർആൻ അറിയില്ല എന്നാണോ മുസ്ലിയാക്കന്മാരുടെ വാദം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ കലാമിൽ അള്ളാഹുവാണ് പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രമാണങ്ങളില്ല. മുസ്ലിംമാര് പറയുന്ന പ്രമാണങ്ങളുണ്ട്. അള്ളാഹ് പറയുന്നത് വിശ്വസിക്കണോ, ഈ മുസ്ലിയാക്കന്മാര് പറയുന്നത് വിശ്വസിക്കണോ? മനസ്സാക്ഷിയോട് ചോദിക്കുക സഹോദരന്മാരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്തിനെ പോലും കടത്തിവെട്ടുന്ന സാധനമാണ് കേരളത്തിൽ മുസ്ലിം സമുദായം ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഖുത്ബിയ്യത്ത് ബൈത്തിലുള്ളത്. എന്താണ് ഖുത്ബിയ്യത്ത് ബൈത്ത്? ഇന്ന് സമസ്തയുടെ പഴയ കുറെ പ്രമേയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ റാത്തീബ്, മൗലൂദ്, മാലകൾ, മാലപ്പാട്ടുകൾ, വിറുതുകൾ, ഇരവുകൾ, ഖുത്ബിയ്യത്ത് അതുപോലെയുള്ള സംഗതികൾ ചൊല്ലാത്തവൻ സുന്നിയല്ലാതാ എന്ന ഉലകത്തിലാ പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എന്താ ഖുത്ബിയ്യത്ത്? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അപദാനങ്ങൾ വാഴ്ത്തി പറയുന്ന ഒരു കാവ്യം. ആ കാവ്യത്തിന്റെ അവസ്ഥ എന്താ? അതിൽ ഒട്ടുമിക്ക വരികളും മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളാണ്. ഈ സാധനം എന്നാണ് വന്നത്? അവിടുന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. ഖുത്ബിയ്യത്ത് ബൈത്തിന്റെ മുസന്നിഫ്, അതിന്റെ ഗ്രന്ഥകർത്താവ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇത് ഖുത്ബിയ്യത്ത് ബൈത്ത് പരിഭാഷയും വ്യാഖ്യാനവും മുജാഹിദിൽ എഴുതിയതല്ല. ബയാനിയ ബുക്ക് സ്റ്റാൾ പരപ്പനങ്ങാടി PT അബ്ദുൽ അസീസ് ബഷീറുദ്ദീൻ ഫൈസി കൊടശ്ശേരി എഴുതിയ ഖുത്ബിയ്യത്ത് പരിഭാഷയുടെ 10ാമത്തെ പേജിൽ ആ സംഗതി പറയുന്നുണ്ട്. എന്താ? നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഹിജ്റ വർഷം 1040 ജനിച്ചത്. ഈ എന്നത് ഇതിൽ എഴുതിയത് അങ്ങനെ തന്നെ പറഞ്ഞതാട്ടോ, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നായിട്ട് പറഞ്ഞല്ലേ. ഇനി അതിന് വേറെ എന്തെങ്കിലും പദങ്ങളുണ്ടെങ്കിൽ നമ്മളിനി തെറ്റായിട്ട് വ്യാഖ്യാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹിജ്റ 1040 ജനിച്ചത്. അങ്ങനെ ഹിജ്റ 1115 അദ്ദേഹം പാരത്രികം പ്രാപിച്ചത്. അപ്പോ 1140ന്റെയും 1115ന്റെയും ഇടയിലുള്ള 75 കൊല്ലം. ആ 75 കൊല്ലത്തിനുള്ളിലാണ് ഖുത്ബിയ്യത്ത് എന്ന് പറയുന്ന ഈ സെപ്റ്റിക് ടാങ്ക് മുസ്ലിം സമുദായത്തിൽ കടന്നുകൂടിയത്. സെപ്റ്റിക് ടാങ്ക് ഇതിനേക്കാൾ ഭേദമാണ്. സംശയമുണ്ടോ? ഖുത്ബിയ്യത്തിന്റെ പരിഭാഷ എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും. നിങ്ങളെ ഒന്ന് മേടിച്ച് വായിച്ചു നോക്കിയാൽ മതി, പിന്നെ വഹ്ലു പറയേണ്ടി വരില്ല. ഖുത്ബിയ്യത്ത് അത് ഞങ്ങൾക്കറിയാം എന്നേ മറുപടി പറയൂ എല്ലാവരും, സുന്നി മുജാഹിദ് ജമാഅത്ത് എല്ലാവരും. അപ്പൊ ഈ 75 കൊല്ലത്തിനും ഹിജ്റ 1040 മുമ്പ് ജീവിച്ച ആളുകളോട് ഖുത്ബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇവർ വാവൊളിച്ചു നിൽക്കും. അവർക്ക് അറിയില്ല. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പോലും അറിയില്ല ഖുത്ബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അങ്ങനെ ഖുത്ബിയ്യത്ത് ഇദ്ദേഹം എഴുതാനുണ്ടായ കാരണം പറയാൻ, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരിക്ക് മുഹിയുദ്ദീൻ ശൈഖിന്റെ മഖ്ബറ സന്ദർശിക്കാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിനാൽ ദുഃഖിതനായിരിക്കുന്ന ഖാഹിരിയോട് മുഹിയുദ്ദീൻ ശൈഖ് സ്വപ്നത്തിലൂടെ ഇപ്രകാരം ഉണർത്തി: എന്റെ പിതാമഹനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അനേകം മദ്ഹ് ഗീതങ്ങൾ എഴുതിയിട്ടുള്ള താങ്കൾ എന്നെ മറന്നുപോയോ? ശൈഖിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഈ സന്ദേശം അനുസരിച്ചാണ് ഖുത്ബിയ്യത്ത് രചിച്ചത് എന്ന് പറയപ്പെടുന്നു. തീല, അതിന് ഉറപ്പില്ല. ഒക്കെ സ്വപ്ന, വളരെ എളുപ്പമാണല്ലോ. സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞാൽ സംഗതി തീർന്നു. സ്വപ്നത്തിൽ ചോദ്യം ചെയ്യാൻ പറ്റൂല, മൂപ്പരും അത്രയല്ലേ ഉള്ളൂ. അടുത്ത് കിടക്കണ ഭാര്യ പോലും അറിയില്ല എന്താ ഇപ്പൊ സ്വപ്നം കാണുന്നത്. ഇടക്ക് ഭാര്യക്ക് പക്കിനൊരു കുത്തുകൊള്ളുമ്പോ, എന്തേ മനുഷ്യ നിങ്ങൾ ഇന്നലെ രാത്രി കുത്തിയത്? അത് ഞാനൊരു മുജാഹിദിനെ കണ്ടപ്പോ കുത്തിയത്. അടുത്ത് കിടന്ന് ഭാര്യ ഉറക്കത്തിലാണല്ലോ, ആർക്കും അറിയാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ സ്വപ്നം കണ്ടിട്ട് എഴുതിയതാണ്. അപ്പോ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഹിജ്റ 1040 ജനിച്ചു, 1115 മരിച്ചു. ഇനി ഇത് ഖുത്ബിയ്യത്ത് ബൈത്ത് പരിഭാഷ പാറന്നൂർ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഇതും ഖുത്ബിയ്യത്ത് ബൈത്ത് പരിഭാഷ അബ്ദുൽ സമദ് ഫൈസി. ഇത് രണ്ടും മൗലവിമാർ എഴുതിയതാണ്. ഈ ഖുത്ബിയ്യത്ത് പരിഭാഷയിൽ ഖുത്ബിയ്യത്തിനെ അവരതിൻ്റെ നേർക്ക് നേരെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 10ാമത്തെ പേജിൽ
മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട്. 4 വരികൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക. യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയുദ്ദീനി. അതിന്റെ അർത്ഥം പാറന്നൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പറയുന്നു, ആകാശഭൂമിയുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ, മഅദല്ലാഹ്. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ആ മേഘത്തിൽ നിന്നും മഴയിറക്കിയത്, അതല്ല നാമാണോ മേഘത്തിൽ നിന്നും മഴയിറക്കിയത് എന്ന് നേർക്കുനേരെ പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. ലോകത്തുള്ള സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, മഴ പെയ്യിക്കുന്നത് അല്ലാഹുവാൻ. ഹൈന്ദവ സമൂഹത്തിലെ സഹോദരങ്ങൾ വിളിച്ചു ചോദിച്ചാലും മഴ പെയ്യിക്കുന്നത് ദൈവമാണെന്ന് സമ്മതിക്കും. ക്രൈസ്തവ സമുദായത്തിലുള്ളവരോട് വിളിച്ചു ചോദിച്ചാലും മഴ പെയ്യിക്കുന്നത് ദൈവമാണെന്ന് സമ്മതിക്കും. പക്ഷേ സഖാഫികളെ വിളിച്ചു ചോദിച്ചാൽ മാത്രം മഴ പെയ്യിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്നേ പറയൂ. കാരണം പാറന്നൂരും PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ AP കാരനാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇത് ഇതുവരെ പിൻവലിച്ചതായിട്ടോ തിരുത്തിയതായിട്ടോ തെളിവുകളെ രേഖകളുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പരസ്യമായിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അതിനെ ന്യായീകരിക്കുകയാണ്. പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ മാത്രമല്ല ഇത് പറഞ്ഞത്. ഞാൻ നേരത്തെ കാണിച്ചു, അബ്ദുൽ സമദ് ഫൈസി എഴുതിയ കുത്തുബിയ്യത്ത് പദാനുപദ പരിഭാഷയും വിശദീകരണവും. എവിടുന്ന ഈ സാധനം പുറത്തിറങ്ങിയ കണക്കെ മുഹമ്മദ് കുട്ടിയാൻ നൂറുൽ ഇസ്ലാം പ്രസാദിന്റെ ബുക്ക് സ്റ്റാൾ, ചന്തപ്പടി, തിരുവരങ്ങാടി, മലപ്പുറം ജില്ല, കേരളം 67 63 06, ഫോൺ 0494246269. അതിന്റെ അവതാരികയിൽ എഴുതുന്നു, അത് രചിച്ചത് പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനും നിമിഷ കവിയുമായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖാസി അവർകളാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ഹിജറ 1040 മഹാനവർകൾ ജനിച്ചു. അപ്പൊ ഈ ഖാസി എന്ന് പറയുന്ന ആള് ഹിജറ 1040 ജനിച്ചത് എന്ന് ഇതിലും പറയുന്നു. ഇത് എഴുതിയ ആളെ പറ്റി പറയാണ്. പ്രസ്തുത പദ്യത്തിന് ജനാബ് AT അബ്ദുൽ സമദ് ഫൈസി കരുവാരക്കുണ്ട് എഴുതിയ മലയാള പരിഭാഷ ഞാൻ ആത്യന്തം വായിച്ചു. ഉള്ളടക്കം വളരെ നന്നായിട്ടുണ്ട്. പദാനുപദാർത്ഥം നൽകിയതിനാൽ പണ്ഡിതന്മാർക്ക് പുറമെ പൊതുജനങ്ങൾക്കും കൂടി ഇത് ഉപകരിക്കും. അൽഹംദുലില്ലാ, ഇത് സെപ്റ്റിട്ടാങ്കാണെന്ന് ജനങ്ങൾക്ക് ഉപകരിക്കാൻ കാരണമായി. ഇതിന്റെ കർത്താവ് അന്വേഷണ കുതുകിയും അധ്വാനശാലിയുമായ AT അബ്ദുൽ സമദ് ഫൈസി ഇതിനു മുമ്പും പല പ്രസിദ്ധീകരണങ്ങൾ രചിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവ പണ്ഡിതനിൽ നിന്ന് ഇനിയും ഒട്ടേറെ കൃതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൊള്ളാം. ആള് കൃമിയാണെങ്കിലും അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് സഹോദരങ്ങൾ. ഇതിന്റെ 29ാമത്തെ പേജിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ വരികൾ തന്നെ എന്നതിന് ഈ അബ്ദുൽ സമദ് ഫൈസി തന്നെ കൊടുത്തിട്ടുള്ള അർത്ഥം ആകാശഭൂമി നിവാസികളുടെ കുത്തുബും ഗൗസുമായവരെ, വാനലോകത്തും ഭൂമിയിലകത്തുമുള്ളവർക്ക് ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവർകളെ, ഇവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നത് എങ്ങനെ സഹോദരങ്ങളെ? ഇവരെ എങ്ങനെയാണ് മുസ്ലിമായിട്ട് അംഗീകരിക്കുക? ലോകത്ത് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ വിശ്വാസം എന്താണ്? മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണെന്നാണ്. മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണെന്നാണ് ലോകത്തുള്ള ഈശ്വര വിശ്വാസികൾ എല്ലാവരും അംഗീകരിക്കുന്നത്. പക്ഷേ ചില മുസ്ലിംമാര് ലോകത്ത് വരുത്തി തീർക്കുന്നു മഴ പെയ്യിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖാൻ. ഹിജറ 400 ശേഷമല്ലേ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനമുള്ളത്. ആ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഴവെള്ളമെല്ലാം സോഡാക്കുപ്പിയിലാക്കി വച്ചിരിക്കുകയായിരുന്നു മുസ്ലിയാക്കന്മാര്. ആണോ? സോഡാക്കുപ്പിയിലാക്കി വെച്ചിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് വന്ന വഴി ചീറ്റിച്ചു കൊടുക്കുക. പഴയ സോഡാക്കുപ്പി അങ്ങനെയാണല്ലോ, ആ ഉണ്ട പിടിച്ച് ഞെക്കുമ്പോ എന്നിങ്ങനെ കേൾക്കും അല്ലേ? അങ്ങനെ ഒപ്പിച്ചു വെച്ചതാണോ? ഇതേ കുത്തുബിയത്തിൽ തന്നെ പറയുന്നത് എന്താ? ബസിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു വനജ്നി മിൻ ലലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയുദ്ദീനി ബസിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു. അങ്ങ് സഞ്ചരിച്ച നേരായ മാർഗത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകണേ മുഹിയുദ്ദീൻ ഷെയ്ഖേ. വല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു. ആ മാർഗം അങ്ങേക്ക് അല്ലാഹു തന്നതാണ്, അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ അങ്ങ് തന്നെയാണല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ പണ്ട് പറഞ്ഞില്ലേ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക
നിന്റേതായ ഒരു പങ്കുകാരനില്ലാതെ വേറെ പങ്കുകാരനില്ല, അവരുടെ അധീനതയിലുള്ളത് നിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണല്ലോ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പണ്ട് കാലത്ത് പറഞ്ഞ അതേ കാവ്യം തന്നെ, അതേ രൂപം തന്നെ മറ്റൊരു രൂപത്തിൽ രംഗപ്രവേശം ചെയ്തിരിക്കുകയല്ലേ അല്ലേ? വലയെന്ന് പോയാലും കുളത്തിന്ന് പോകില്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഉടമസ്ഥതയിലുള്ളത്, അവരുടെ അധീനതയിലുള്ളത് മുഴുവൻ പടച്ചോനെ നിന്റെ ഉടമസ്ഥതയിലാണല്ലോ. ആരെപ്പറ്റി? മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ നയിക്കണേ തമ്പുരാനെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് ചൊല്ലാത്തവൻ മുസ്ലിം അല്ല എന്നാണ് ചില മുസ്ലിയാക്കന്മാരെ. ഇത് ചൊല്ലുന്നോ മുസ്ലിമല്ല. ഇത് മുജാഹിദുകൾ പറയണ്ട, ചോറ് തിന്നുന്ന സാധാരണക്കാരായ മുസൽമാൻ അറിയാം. മദ്രസയിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ വിളിച്ച് ചോദിക്കൂ, നിങ്ങൾ മോനെ മഴ പെയ്യിക്കുന്നതാരാണ്? അള്ളാഹു എന്നാ കുട്ടി പറയും. പാറന്നൂർക്കാരൻ മുസ്ലിയാരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അബ്ദുൽ സമദ് ഫൈസീനെയും വിളിച്ചിട്ട് ചോദിക്കുക ആരോടോ മഴ പെയ്യിക്കുന്നത് ചോദിച്ചു. അത് പിന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖാസിറ പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖ് എന്നാണ്. അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റൂ അല്ലേ? അവർക്ക് ആ വിശ്വാസം അവർക്കുള്ളത് കൊണ്ടല്ലേ ഈ രൂപത്തിൽ എഴുതി വെച്ചത്. എങ്ങനെ കൈ ചലിക്കും? എങ്ങനെ മനസ്സാക്ഷി അനുവദിക്കും? അള്ളാഹുവിനെ ഒന്നുമല്ലാതാക്കി മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അള്ളാഹുവിന്റെ പദവി കൊടുത്തുകൊണ്ട് പച്ചയായ ശിർക്ക് ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ കുത്തുബിയ്യത്ത് ചൊല്ലിച്ച് ഈ സമുദായത്തെ പഴപ്പിക്കുന്ന വഴിപിഴച്ച ആളുകൾ അവരെഴുതിയ ക്ഷുദ്രകൃതിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതെന്നാ വന്നത്? ഹിജറ 1040 ശേഷം. ഹിജറ 1040 വരെ ഈ സാധനം ലോകത്തില്ല. അതാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത്. സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉശിഷ്ടമാണ്. അതാണ് മാലിന്യമായിട്ട് പോകുന്നത്. ഇന്ന് അതിനേക്കാൾ കഷ്ടമല്ലേ ഈ സാധനം? അവന്റെ വിശ്വാസത്തിൽ 100% അവൻ പിഴച്ചു പോവുകയും നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന സംഗതിയല്ലേ കുത്തുബിയ്യത്ത് ബൈത്ത് എന്ന് പറയുന്നത് അല്ലേ? അതെങ്ങനെ ഹാജത്ത് നിസ്കാരം 12 റക്അത്ത് ആരാ പഠിപ്പിച്ച? മുഹിയുദ്ദീൻ ഷെയ്ഖ് പോലും ഇതറിഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലും ഇതറിഞ്ഞിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, കുത്തുബിയ്യത്ത് ഇവിടെ അങ്ങ് നിർത്തിയെന്ന് നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു. ഒരു കുത്തുബിയ്യത്ത് നടത്തണമെങ്കിൽ നല്ല ചെലവാണ്, നല്ല ചെലവാണ്. ഏതെങ്കിലും ഒരു മൊയിലാരോട് പറയും അങ്ങനെ ഒരു കുത്തുബിയ്യത്ത് നടത്തണം. ഒരു 10 ആളിരിക്കട്ടെ അല്ലേ? 10 ആൾ. ഒരു 10,000 രൂപ ചെലവ് വരും. ഓരോരുത്തർക്ക് 1000 രൂപ വെച്ച് കൊടുക്കണം. പൈസ കൊടുക്കാതെ കുത്തുബിയ്യത്ത് ചൊല്ലൂ? ഇല്ല. എന്നാൽ കുത്തുബിയ്യത്ത് ചൊല്ലാത്തവൻ, മൗലൂദ് ചൊല്ലാത്തവൻ സുന്നിയല്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ ആരുടെയും വീട്ടിലൊരു കുത്തുബിയ്യത്ത് ഇല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊശവൻ പൊട്ടക്കലത്തിലേ കഞ്ഞി വെക്കുള്ളൂ. ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ വീട്ടിൽ കുത്തുബിയ്യത്തും മൗലൂദും റാത്തീബും നടത്തിയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ സഹോദരന്മാരെ? ചെയ്യൂല. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ആ പണം പിടുങ്ങുമെന്നല്ലാതെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ നിർത്തിയാൽ മുജാഹിദുകൾക്ക് ഭൗതികമായിട്ട് എന്താ നേട്ടം? ഒരു നേട്ടമില്ല. പക്ഷെ ഇത് എതിർക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അവർക്ക് കോട്ടം തട്ടാതിരിക്കാനാണ് അവർ എതിർക്കുന്നത്. കുത്തുബിയ്യത്തങ്ങ് നിർത്തി മുസ്ലിയാക്കന്മാർക്ക് വരുമാനം നിന്നുപോകും. നബിദിനാഘോഷം നിർത്തി മുസ്ലിയാക്കന്മാർക്ക് വരുമാനം നിന്നുപോകും. അതുപോലെ തന്നെ മൗലൂദ് റാത്തീബും നിർത്തി മുസ്ലിയാക്കന്മാർക്ക് വരുമാനം നിന്നു. മുജാഹിദുകൾക്ക് ഉണ്ടെന്നാ നേട്ടം? ഭൗതികമായി ഒരു നേട്ടവുമില്ല. ഇവിടെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് സ്വന്തം തല കൊണ്ട് ചിന്തിക്കണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വാടക തല കൊണ്ട് ചിന്തിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് കടന്നുകൂടിയിട്ടുള്ള പ്രചാരമുള്ള ഒരുപാട് സംഗതികളുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, മദ്ഹബുകൾക്ക് പകരം ഖുർആനും സുന്നത്തുമോ നേർക്കുനേർ നാദാപുരത്ത്. അവസാനം ഓടും. ചോദ്യം ചോദിക്കാൻ ചെന്ന ആളുണ്ടാവൂല. എന്തെങ്കിലും കണ്ടെന്നടിക്കും മുണ്ടെന്നടി മറുപടി പറഞ്ഞിട്ട് തടി ഊരിട്ട് മുജാഹിദുകൾ തോറ്റോടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴി നോക്കും. ഈ വയലിൽ പിരിവില്ലാത്തൊരു വയലുണ്ടോ? സക്കാഫികൾ നടത്തുന്ന പ്രസംഗത്തിലും സമ്മേളനത്തിലാകട്ടെ ഏതുമാകട്ടെ പിരിവില്ലാത്തൊരു കംപ്ലീറ്റ് സാമ്പത്തികമാണ്. കച്ചവടക്കാരാണ് ഇവർ, മതക്കച്ചവടക്കാർ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുള്ള, ഇന്ന് ഏതാണ്ട് 60-70 വയസ്സുള്ള പ്രായമുള്ള നമ്മുടെ ഉപ്പുപ്പാനെ ഉമ്മമാനെ വിളിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷെ അവർക്കറിയാമായിരുന്ന ചില സംഗതികളുണ്ട്. പക്ഷിപ്പാട്ട്, കുറത്തിപ്പാട്ട്, മാലപ്പാട്ട്, ബദറുമാല, മുഹിയുദ്ദീൻ മാല, റിഫായി മാല, മങ്കൂസ് മൗലൂദ്, ഷറഫല്ലന മൗലൂദ്, ബർസഞ്ചി മൗലൂദ്, ഫാത്തിമ മൗലൂദ്, സിദ്ദീഖ് മൗലൂദ്, ഇതെല്ലാം പച്ചയായ നുണകളാണ്. പക്ഷിപ്പാട്ട് തന്നെ ഷിയാക്കളുടെ സൃഷ്ടിയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബിയേക്കാൾ പുകഴ്ത്തുന്ന വരികളാണ് പക്ഷിപ്പാട്ടിലുള്ളത്.
ആ പക്ഷിപ്പാട്ട് ഒന്നു കൊടുത്തിട്ടാണ് പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ചെല്ലാറുള്ളത്. എന്നിട്ട് ഒരു ഇടക്കൊരു നെടുവീർപ്പും എന്താ ഇപ്പൊ സ്വർഗത്തിൽ പോകാന്ന് വിചാരിച്ചിട്ടാണ്. അക്ബർ സദക്ക എന്ന പേരുള്ള ഒരു സാങ്കല്പിക പക്ഷി, ആ പക്ഷിയുടെ ഇണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പരാതി പറയാണ്. അറ്റൽ നബിയും സഹാബാക്കളും കൂടി മദീനത്ത് പള്ളിയിലിരിക്കുന്ന നേരത്ത് ചായല്ലൊരു പക്ഷി വന്നു സലാം ചൊല്ലി. അറ്റൽ നബിയും സലാമും കയ്യേറ്റാരെ എന്തെന്റെ പക്ഷി നീ വന്നു സലാം ചൊല്ലി. അപ്പോൾ പറയുന്നു വന്നുള്ള പക്ഷി താൻ കേൾക്കണം ഹോജാവേ എൻ്റെ സലാമത്ത്. ഞാനും അതെൻ്റെ ഈണപ്പക്ഷി താനുമായി 40 ഈറ്റാണ്ടായി ഇണങ്ങി പോറുക്കുന്നു. അന്ന് തൊട്ടിന്ന് വാരിക്കും റസൂലുള്ള ഒരു തെറ്റും എന്നിന്ന് വന്നില്ല ഹോജാവേ. സുബഹിന്റെ നേരത്തൊരു മുട്ട ഇട്ടു ഞാൻ, ളുഹുറിന്റെ നേരത്തും ഇട്ടൊരു മുട്ട ഞാൻ. അസറിന് ഞാൻ എൻ്റെ കൂടേറാൻ ചെന്നപ്പോൾ ആട്ടിപ്പുറത്താക്കി എൻ്റെ ഈണപ്പക്ഷി. ചോദിക്കും എന്നോട് എൻ്റെ ഈണപ്പക്ഷി നീ ഇട്ട മുട്ട ഹലാലോ ഹറാമോന്ന്. ഇതാ കഥ. സംഗതി വേലിയാട്ടമാണ് കഥ. വേലിയാട്ടമായിട്ടാണ് ബന്ധം ഉണ്ടാവുള്ളൂല്ലോ. അപ്പൊ അതാ കഥ. അപ്പൊ സുബഹിക്കും ളുഹറിന് ഓരോ മുട്ട ഇട്ടു. അസറിന് ചെന്നപ്പോ സംഗതി ഇത് ഏതാ വകുപ്പ്? ഞാനാണല്ലോ നിന്നെ നിക്കാഹ് ചെയ്തത്. സംഗതി ഇത് ഞാനാണെങ്കിൽ ഒരെണ്ണല്ലേ വരുന്ന ഡബിള് വന്നെന്താ എന്താ സംഗതി ഉള്ളത് പറയാതെ ഇങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്തു? ബിലാൽ പള്ളിയിൽ ബിലാലോട് തങ്ങള് പറയുന്നു, പോണം ബിലാലെ നീ തുരീസീനാമല മുകളിൽ നീ ചെന്നിട്ട് അക്ബർ സദക്കാന്ന് പേരുള്ള പക്ഷിതാൻ അപ്പക്ഷി തന്നെ നീ കൂട്ടി വരവേണം. ഈ ഇണപ്പക്ഷി ഭർത്താവായ പക്ഷിയുടെ പേര് അക്ബർ സദക്കാന്നാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ നീ തൂർസീന മലയുടെ മുകളിൽ ചെന്നിട്ട് അക്ബർ സദക്കേനെ വിളിച്ചിട്ടുവാ. അപ്പൊ ബിലാല് പറഞ്ഞു, ആ പക്ഷി എങ്ങാൻ എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ തട്ടിക്കളയും ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ബിലാലെ നീ പൊയ് വാക്ക് ചൊല്ലല്ല, അപ്പക്ഷി തന്നെ നീ കൊന്നു കളഞ്ഞാലോ ഈ വന്ന പക്ഷീതൻ സംഗീതം തീരുമോ? എഴുതി വെച്ചിരിക്ക. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചുടാ റസൂലുള്ളാഹി വിളിക്കണ്ട്. അപ്പൊ അക്ബർ സദക്ക എന്നുള്ള പക്ഷി പറയാണ് മറുപടി, എന്താ ഏതാണ് നിന്റെ ഹോജ എന്നറിഞ്ഞില്ല, എവിടെ പിറന്നവർ ആരുടെ മകനാകും, നിന്നോട് ഹോജാന്റെ ജദ് വഴിയേത് എന്നൊക്കെ ഇങ്ങനെ പറയാ. എന്നിട്ട് ആ പക്ഷി പറയാണ് 312 പട്ടങ്ങൾ വാണ നബികളെ എല്ലാം അറിയും ഞാൻ, എന്നിട്ടും നിന്റെ നബീനെ ഞാൻ കണ്ടില്ല. അപ്പൊ ബിലാലിനോട് പറയാ, നിന്റെ നബീനെ എനിക്ക് അറിഞ്ഞുകൂടാവേ പോടാന്ന്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു നാണിച്ചു പോന്നു. അടുത്ത സ്റ്റെപ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തട്ടും. അപ്പൊ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോയത്തം ചെല്ലല്ലേ ഉമറെ, ആ പക്ഷീനെ കൊന്നു കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ സങ്കടം തീരൂ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയി പക്ഷീനെ വിളിക്കുകയാണ്. അപ്പൊ ഈ പക്ഷി ബിലാലിനോട് പറഞ്ഞ അതേ മറുപടി, നിന്റെ ഹോജ റസൂലുള്ളാഹിനെ ഞാൻ അറിയില്ല ഉമറെ. അപ്പോ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ പക്ഷിയോട് മറുപടി പറയാണ്, എന്നോട് നീ ചൊന്ന വാർത്തകൾ ഇപ്പം താൻ മക്കത്താലിയാരി വാർത്തകൾ കേട്ടെങ്കിൽ നിശ്ചയം ദുൽഫുഖാർ വാളിന്നീരയാക്കും. അപ്പോൾ പറയുന്നു അപ്പക്ഷി താനുമേ പോടുങ്കിൽ എന്നോട് വകുപ്പൊന്നും ചൊല്ലാതെ മക്കത്താലിയെ അറിയും ഉമറെ ഞാൻ. മുഹമ്മദ് നബീനെ ഞാൻ അറിയൂല, മക്കത്തെ അലീനെ ഞാൻ അറിയും. എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹിനേക്കാൾ വലിയ ആളായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചിത്രീകരിക്കും. എന്നിട്ടോ അപ്പൊ റസൂലിന്റെ അടുത്ത് നിന്ന് മറുപടി പറഞ്ഞപ്പോ റസൂല് പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ മരുമോൻ അലി പിന്നെ മിസ്റിൽ യുദ്ധത്തിന് പോയേക്കാനുള്ള പടച്ചോനെ ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അവനൊന്നിങ്ങ് വന്നിരുന്നെങ്കിൽ ഇന്ന് ദുആ ചെയ്ത്. ഞാൻ ചുരുക്കി പറയാട്ടോ, ഇത് മൊത്തം പാടാൻ നിന്നാ നാളെ എനിക്ക് പരിപാടിയുണ്ട്. അപ്പോ റസൂലിനെ പ്രാർത്ഥിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ചാടി, മൊത്തം സ്വപ്നമാണല്ലോ, ചാടി എണീച്ചിട്ട് ദുൽ കുതിരനോട് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മദീനത്ത് എത്തിയില്ലേ നിന്നെ ഞാൻ തട്ടും. അപ്പൊ ഇത് അള്ള കേട്ടിട്ട് അള്ള ജിബ്രീലിനോട് പറയാം, ഭൂമി വേഗം ചുരുക്കി കൊടുത്തേക്കാം, അലിയാണ് കുഴപ്പമുണ്ടാക്കും. ആലോചിച്ച് നോക്കണം. ഭൂമി ജിബ്രീൽ അലൈഹിസ്സലാം ചുരുക്കി കൊടുത്തു. സുബഹിക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനത്തെത്തി. ഇപ്പൊ സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ആ പക്ഷീനെ ഞാൻ തട്ടിക്കളയും. റസൂലുള്ളാഹി മിണ്ടിയില്ല. ബിലാലും ഉമറും പറഞ്ഞപ്പോ പോയത്തോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി മിണ്ടിയില്ല. മാത്രല്ല ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ കുതിരയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്,
സുബഹി തൊഴുതുവാൻ എത്തിയിട്ടതില്ലെങ്കിൽ അള്ളാണ്, അള്ളാന്റെ ഈ റസൂൽ നബിയാണ്, നിശ്ചയം ദുൽഫുഖാർ വാളിന്നീരയാക്കും. മആദല്ലാ, പച്ചയായ ശിർക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ മേലെ ഇടക്ക് വെച്ചു കൊടുത്തു മുസ്ലിംമാര്. അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹുവല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യൽ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ആർക്കിട്ട് പണിതു? അലി റളിയല്ലാഹു അൻഹുവിന് പണിതു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി ചുരുക്കി കൊടുത്തു, പോയത്തം പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഈ പക്ഷിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക. പറഞ്ഞ, നിന്റെ നബീനെ എനിക്കറിയില്ല അലിയെ, പക്ഷെ നിന്നെ എനിക്കറിയാം. അങ്ങനെ പക്ഷി പറയുകയാണ്, ഒരു സഹാബിയുടെ ഭാര്യ പെറ്റ മോളെ ജിന്നു കൊണ്ടുപോയി, നീ പോയി കൊണ്ടുപോടാ, ഇങ്ങനെ നബിയൊക്കെ നീ കൊണ്ടുവരൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പോകുക. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെല്ലുമ്പോൾ 2 പാമ്പ്, ഒരു സമുദ്രം കടന്നിട്ട് വേണം പോകാൻ. 2 പാമ്പ് പറഞ്ഞു, ഞങ്ങൾ അവിടെ എത്തിച്ചു തരാം, പക്ഷെ അതിന് ഞങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്താ? ഒന്നിപ്പം കേൾക്കണേ ഹോജാ റസൂലുള്ള, നാളെ ഖിയാമന്നാള് വന്നെത്തും നേരത്ത് തങ്ങളെ ഉമ്മത്തിമാരെ എല്ലാരെയും തൂക്കിക്കണക്കുകൾ നോക്കുന്നതല്ലയോ, അക്കരെ വിട്ട് കടത്തുവാൻ വേണ്ടിയിട്ട് ചീട്ട് കൊടുക്കുന്നതുങ്കൾ താനല്ലയോ, അന്നേരം ഒരു ചീട്ട് ഞങ്ങൾക്കും തരവേണം, ഉത്തീരം ചൊല്ലുന്നോറ് ശിങ്കർ ആസദുള്ള, മുന്തിയ ചീട്ട് ഞാൻ നിങ്ങൾക്കും വഴങ്ങാമേ, അത്തരം വാക്കവർ പറയും സമയത്ത്. അപ്പോ ഇബ്നു ഉമൈർ എന്ന പാമ്പാണ് പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള ചീട്ട്, പാലം കടക്കുമ്പോ ചീട്ട് കൊടുക്കുന്നത് അലിയാരിതങ്ങളാണല്ലോ, ഒരെണ്ണം തരാങ്കി ഞങ്ങൾ കൊണ്ടുപോയാൽ, എന്നാ മുന്തിയ ചീട്ട് എനിക്ക് തന്നോളാടാന്ന്. അപ്പൊ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ആളായി. അലി റളിയല്ലാഹു അൻഹു ചിത്രീകരിക്കുന്ന സാധനമാണ് പക്ഷിപ്പാട്ട്. പക്ഷിപ്പാട്ട് അറിയാത്ത ഉമ്മമാരാരോ ഉള്ളത്? വീട്ടിൽ ചെന്നിട്ട് ഓരോരുത്തരും ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, പക്ഷിപ്പാട്ട് അവർക്ക് ബൈഹാർട്ടാ. സൂറത്ത് ഫാത്തിഹ അവർക്ക് കൃത്യമായിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സൂറത്തുൽ ബഖറ ചോദിച്ചാൽ അറിയാൻ പറ്റും. എന്നാ ഇന്നാത്തൈനാക്കൽ കൗസർ എന്നെ തെറ്റുവതാൻ ഈ പാവങ്ങൾക്ക് അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് നിലവിൽ ഈ മുസ്ലിം സമുദായത്തെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു വച്ചിട്ടുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ. മീലാദുൻ നബി അടിപൊളിയായിട്ട് ആഘോഷിച്ച സന്ദർഭമാണല്ലോ ഇത്. എന്താണ് മൗലൂദ്? പുത്തൻവാദികൾക്ക് മറുപടി, ഒറ്റമാളിയേക്കൽ മുത്തുക്കോയ തങ്ങൾ എഴുതിയ പുത്തൻവാദികൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ 41-ാമത്തെ പേജിൽ എന്താണ് മൗലിദ് എന്ന് പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും മറ്റും ഓതി പറയുക, അനന്തരം എല്ലാവരും ഒത്തുകൂടി തയ്യാറാക്കിയ മധുര പലഹാരങ്ങളോ മറ്റ് വിഭവങ്ങളോ കഴിച്ച് സന്തോഷം പിരിഞ്ഞു പോവുക. ഇതൊക്കെയാണ് മൗലിദ്. മുസ്ലിയാരുടെ നിർവചനാണ്. ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിലവിലില്ലായിരുന്നുവെങ്കിലും അനന്തരം നടപ്പായി തീർന്ന നല്ലൊരു ബിദ്അത്താണ്. അക്കാരണത്താൽ മൗലിദാഘോഷം റസൂലിന്റെ സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു. വട്ട് എന്നല്ലാതെ ഇതിനെന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലായിരുന്നതാണ്, പിന്നീടാണിത് വന്നത്. എന്നാലിത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു. അഞ്ജനം എന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞൊരു കവിതയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ മൗലിദാഘോഷം നടത്തുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണോ പാരായണം ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനാണോ പാരായണം ചെയ്യുന്നത്? പച്ച നുണയും നുണക്കഥകളും. എന്തിനധികം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുന്ന ആളാണെന്ന് പറയുന്ന മൗലിദ് വരെ മൗലിദിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒന്നു കൊടുത്തുകൊണ്ട് ഈ ആളുകളും ചെല്ലുന്നുണ്ട്. സിദ്ദീഖ് മൗലിദ് എന്ന് പറഞ്ഞിട്ടൊരു മൗലിദുണ്ട്. സിദ്ദീഖ് മൗലിദിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ വിവരിക്കുന്ന ഒരുപാട് ഭാഗത്ത് ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടിത്താഴ്ത്തുന്നുണ്ട്. അത് ചൊല്ലാത്തവൻ സുന്നിയല്ല എങ്കിൽ അങ്ങനെ സുന്നി ഇവിടെ ആരും ആകേണ്ടതില്ല. ആ സിദ്ദീഖ് മൗലിദിന്റെ വരികൾ, അന്നഹു ജാഅത് ഇംറഅത്തുൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാമി, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, കഅന്നൻ നഖലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅത്, എന്റെ വീട്ടിലേക്ക് ഒരു ഈത്തപ്പന മരം മുറിച്ചിടപ്പെട്ടതായി ഞാൻ സ്വപ്നം കണ്ടു. വസൗജി ഫി സഫർ, എന്റെ ഭർത്താവാണെങ്കിൽ യാത്രയിലാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യജിബു അലൈകി സബ്റു, പെണ്ണെ നീ ക്ഷമിക്കണം, ക്ഷമിക്കൽ നിനക്ക് നിർബന്ധമായി. ഫലൻ തജ്തമിഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും നിന്റെ ഭർത്താവ് നീയുമായി സന്ധിക്കുകയില്ല, നിന്റെ ഭർത്താവ് മരിച്ചുപോയി.
ഫഖറജത് ഇംറഅത്തും ബാക്കിയത്ത്, ആ പെണ്ണ് കരഞ്ഞുകൊണ്ടവിടുന്ന് ഓടിപ്പോയി. ഫറഅത്ത് അബൂബക്കറും ഫി ത്വരീഖ്, വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ഫഅഖ്ബർതഹു മാ റഅതഹു ഫിൽ മനാമി വലം തദ്കുർ ലഹു മാ ഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി മറച്ചു വെച്ചുകൊണ്ട് പറയാതെ സ്വപ്നം കണ്ട കാര്യം മാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ പറയുകയാണ്. ഫഖാല ലഹാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയുന്നു, ഇദ്ഹബി, പെണ്ണേ നീ പൊയ്ക്കോ, ഫഇന്നകി തജ്തമിഉന ബിഹി ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവ് നീയുമായി സന്ധിക്കുന്നതാണ്. فدخلت في منزلها وهي متفكرة في قول النبي صلى الله عليه وسلم وقول أبي بكر رضي الله عنه. ആ പെണ്ണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും അബൂബക്കർ സിദ്ദീഖിന്റെ വാക്കും തമ്മിൽ ആ പെണ്ണിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. പെണ്ണിന് ഫിക്റായി. റസൂലുള്ളാഹി പറഞ്ഞത് നിന്റെ ഭർത്താവ് മരിച്ചുപോയി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാകട്ടെ ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലെത്തുമെന്നാണ്. ഫലമ്മാ ജന്ന അലൈഹൽ ലൈൽ, രാത്രി സമാഗതമായപ്പോൾ ഫഇദാ ബിസൗജിഹാ ഫീ ദാരിഹാ, തന്റെ ഭർത്താവ് തന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഫദഹബത ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടിപ്പോയി. ഫഅഖ്ബറതഹു ബിസൗജിഹാ, തന്റെ ഭർത്താവ് വീട്ടിൽ വന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞപ്പോൾ ഫനളറ തവീല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു. ഫജാഅ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. വഖാല യാ മുഹമ്മദ്, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദേ, അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, താങ്കൾ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു, അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ, എന്നാൽ അബൂബക്കർ പറഞ്ഞു പോയി, ഇന്നകി തജ്തമിഊന ബിഹി ഇസ്തഹിയല്ലാഹു മിൻ അജ്രി അൻ യജ്രി അലാ ലിസാനിഹിൽ കദിബ് ലിഅന്നഹു സിദ്ദീഖുൻ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖായ അബൂബക്കറിന്റെ നാവിൽ നിന്നും കളവ് വരുന്നതിനെ അല്ലാഹു ലജ്ജിച്ചു, അതുകൊണ്ട് ഹയാത്താക്കി കൊടുത്തതാണ്. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നും കളവ് വന്നാൽ അല്ലാഹുക്ക് ലജ്ജയില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ നാവിൽ നിന്നും കളവ് വന്നാൽ ലജ്ജയുണ്ടെന്ന് വന്നില്ലേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തമായിട്ടൊരു വാക്ക് പോലും പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറഞ്ഞു എന്ന് വരുത്തി തീർത്തില്ലേ മുസ്ലിയാക്കന്മാര്? ഇതേ മൗലിദുകളല്ലേ മുസ്ലിയാക്കന്മാര് പാടിക്കൊണ്ട് നടക്കുന്നത്? ഈ മൗലിദിനെയും മുസ്ലിയാക്കന്മാര് ന്യായീകരിക്കുന്നില്ലേ? കുറ്റ്യാടി അബ്ദുർ റഷീദ് സഖാഫി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വേറെ ഹദീസ് പോലും പറയാൻ തയ്യാറായി. ഈ പച്ച നുണ വായിച്ചുകൊണ്ട് കുറ്റ്യാടി റഷീദ് സഖാഫി ഇതിനെ ന്യായീകരിക്കാൻ പോലും തയ്യാറായതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ 12 പറഞ്ഞിട്ടാണല്ലോ ഈ ശാപ്പാടം ഉണ്ടാക്കണേ. ബർസഞ്ചി മൗലിദിൽ തന്നെ പറയുന്നുണ്ട്, വഖ്തുലിഫ ഫീ ആമിൻ വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ശഹരിഹാ വഫീ യൗമിഹാ അലാ അഖ്വാലിൽ ലിൽ ഉലമാഇൽ മർവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തെ പറ്റിയും ദിവസത്തെ പറ്റിയും പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ജനിച്ചത് എന്താന്ന് പോലും കൃത്യമല്ല. കാരണം ജനിച്ചത് നബിയായിട്ടല്ല, ജനിച്ചപ്പോൾ ഒരു കുട്ടി മാത്രമാണ്. നബീനെ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് എന്തും പറയാ, സക്കാഫികൾക്ക് എന്തും പറയാ, മുജാഹിദുകൾ മിണ്ടരുത്, കേട്ടോളണം എന്നുള്ളതാണ്. അതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ജനിച്ചപ്പോൾ ഒരു കുട്ടി മാത്രമായിരുന്നു, നബിയായത് 40ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ജനിച്ചത് എന്ന മാസത്തെ സംബന്ധിച്ച് മുഹറം മാസത്തിലാണെന്നും സഫറിലാണെന്നും റജബിലാണെന്നും റബീഉൽ അവ്വലിലാണെന്നും 4 ഖൗലുണ്ട്. റബീഉൽ അവ്വലിലാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ തന്നെ 3-നാണെന്നും അതല്ല 5-നാണെന്നും 9-നാണെന്നും 11-നാണെന്നെല്ലാം അഭിപ്രായ വ്യത്യാസം കൊണ്ട്. കാരണം ജനിച്ചപ്പോൾ നബിയല്ല, എന്നാൽ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്ത റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അതൊരു റബീഉൽ അവ്വൽ 12-നാണ് എന്ന് അൽ ബിദായത്ത് വൻ നിഹായ പോലെയുള്ള സീറത്തുൻ നബി ഇബ്നു ഹിശാം പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. മാത്രല്ല, റബീഉൽ അവ്വൽ മാസത്തിൽ ഈ നബിദിനാഘോഷം നടത്തുന്ന പള്ളികളിൽ ഓതുന്ന നബാത്തി ഖുതുബകൾ ഉണ്ടല്ലോ, ആ നബാത്തി ഖുതുബകളിൽ ആദ്യത്തെ 1-2 വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് മിമ്പറിൽ നിന്നിട്ട് ചോദിക്കുക, താഴെ ഇറങ്ങിയിട്ട് നബിദിനം ഉഷാറാക്കണം എന്ന് പറയുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ ഇത് നിഫാഖല്ലേ സഹോദരങ്ങളെ? ഞാൻ വീണ്ടും പറയുന്നു, നബിദിനം ഇവിടെ നിർത്തി മുജാഹിദുകൾക്ക് ഭൗതികമായിട്ട് എന്ത് നേട്ടമുണ്ട്? ഒരു നേട്ടമില്ല.
അല്ലേ? എന്നാൽ ഇത് എതിർക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് കോട്ടുണ്ട്. ഒരു മൗലൂദിന് ഇപ്പൊ എത്ര, ഇവിടെ എത്ര 100 രൂപ, എത്ര റൈറ്റ്? പണ്ട് 100 നമുക്കറിയാം, പണ്ട് 100. ഇപ്പൊ അതൊക്കെ പോയിട്ടുണ്ടല്ലോ. കാരണം പിന്നെ പള്ളിയിലെ ഇമാമ് കാളിയാര്, നമ്മുടെ നാട്ടിൽ ഖത്തീബ് എന്ന് പറയുക, ഖത്തീബാണ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അതിന് ഇച്ചിരി ദർജ കൂടും. സദർ മാത്രമാണ് ചെല്ലുന്നതെങ്കിൽ ദർജ ഇച്ചിരി കുറയും. മൊല്ലാക്കായാണ് ചെല്ലണമെങ്കിൽ പറയാനുമില്ല. പണ്ടത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ മൗലൂദ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദ് വന്നോ ഇങ്ങനെ തട്ടം വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ഉസ്താദ് മുറാദിയ മുറർജിയ മുറർ മുറാദിയ മുറാദിയ, അപ്പൊ ഉസ്താദ് ശബ്ദമൊക്കെ ഒന്നുകൊണ്ട് മാറ്റി അള്ളാന്നൊക്കെ പറഞ്ഞളയും. ആ മഹ്റജൊക്കെ തെറ്റിച്ചതിന് കാരണം ഞാനിവിടെ ഉണ്ട് എന്നൊന്ന് അറിഞ്ഞോട്ടെ, എന്നാലാണല്ലോ കാര്യമായിട്ട് പോരുള്ളൂ എന്നുള്ളതാണ്. ഞാൻ കളിയാക്കുകയല്ല, ഉള്ള കാര്യം പറഞ്ഞാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ തവസ്സുലാക്കിയിട്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് പുറത്തു കൊടുത്തതെന്നാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത്.